ലോകമെമ്പാടുമുള്ള ദശലക്ഷക്കണക്കിന് വിശ്വാസികളുടെ ആസ്ഥാനമായ അയോധ്യയിലെ രാമക്ഷേത്രം ഇപ്പോൾ മറ്റൊരു വാർത്തയിലൂടെ ശ്രദ്ധാകേന്ദ്രമാകുന്നുണ്ട്. ക്ഷേത്രത്തിലേക്ക് ലഭിക്കുന്ന സംഭാവനകളുടെ കാര്യത്തിലുണ്ടായ ക്രമക്കേടുകൾ അന്വേഷിക്കാൻ ഒരു പ്രത്യേക അന്വേഷണ സംഘം അയോധ്യയിൽ എത്തിയിരിക്കുന്നു. രാമക്ഷേത്ര നിർമ്മാണത്തിനും പ്രവർത്തനങ്ങൾക്കുമായി ലഭിക്കുന്ന സംഭാവനകൾ, സ്വർണം, വെള്ളി, ആഭരണങ്ങൾ തുടങ്ങിയവയുടെ കണക്കുകൾ കൈകാര്യം ചെയ്യുന്നതിൽ വലിയ ക്രമക്കേടുകൾ നടന്നുവെന്ന ആരോപണങ്ങൾ ഉയർന്നിരുന്നു. ഇതിനെ തുടർന്ന് സംസ്ഥാന സർക്കാർ ഒരു പ്രത്യേക അന്വേഷണ സംഘത്തെ നിയമിക്കുകയായിരുന്നു. ജൂൺ 16 അയോധ്യയിലെത്ത ഈ സംഘം കഴിഞ്ഞ 24 മണിക്കൂറായി ക്ഷേത്ര നടത്തിപ്പുകാരുമായി ആശയവിനിമയം നടത്തുകയും രേഖകൾ പരിശോധിക്കുകയും ചെയ്തു. എന്തൊക്കെയാണ് SIT പരിശോധിക്കുന്നത്? പ്രധാനമായും 3 കാര്യങ്ങളാണ് ഇവരുടെ ശ്രദ്ധയിൽ ഉള്ളത്. ഭക്തർ നൽകുന്ന സംഭാവനകൾ എങ്ങനെ സ്വീകരിക്കുന്നു? ഈ പണം എങ്ങനെയാണ് എണ്ണുന്നത്? ഇത് കൃത്യമായി ബാങ്കുകളിൽ നിക്ഷേപിക്കുന്നുണ്ടോ? ഇതിനൊപ്പം തന്നെ ഭക്തർ വഴിപാടായി നൽകുന്ന സ്വർണം, വെള്ളി, വജ്രം തുടങ്ങിയ വിലപിടിപ്പുള്ള വസ്തുക്കളുടെ കണക്കുകൾ സൂക്ഷിക്കുന്നതിൽ വീഴ്ച പറ്റിയിട്ടുണ്ടോ എന്നും ഉദ്യോഗസ്ഥർ പരിശോധിക്കുന്നുണ്ട്. ക്ഷേത്രവുമായി ബന്ധപ്പെട്ട എല്ലാ ഉദ്യോഗസ്ഥരുടെയും ജീവനക്കാരുടെയും വിവരങ്ങൾ SIT ശേഖരിച്ചിട്ടുണ്ട്. ക്ഷേത്ര ട്രസ്റ്റ് പുറത്തുവിട്ട കണക്കുകൾ പരിശോധിച്ചാൽ ഏപ്രിൽ 2025 മുതൽ ഫെബ്രുവരി 2026 വരെയുള്ള 11 മാസത്തിനുള്ളിൽ 82.78 കോടി രൂപ സംഭാവനയായി ലഭിച്ചിട്ടുണ്ട്. ഇതിനു പുറമെ ബാങ്ക് നിക്ഷേപങ്ങളിൽ നിന്നുള്ള പലിശ ഇനത്തിൽ 138.3 കോടി രൂപയും ലഭിച്ചു. ആകെ വരുമാനം 220.81 കോടി രൂപയാണ്. നിർമ്മാണ ചിലവുകൾക്ക് ശേഷം ഏകദേശം 2100 കോടി രൂപ ഇവർ ദേശീയ ബാങ്കുകളിൽ സ്ഥിര നിക്ഷേപമായി ഇട്ടിട്ടുണ്ട്. 2020 മുതൽ ഇതുവരെ ലഭിച്ച ആകെ സംഭാവന 4575 കോടി രൂപയാണെന്നും കണക്കുകൾ വ്യക്തമാക്കുന്നു. ഈ വിഷയത്തിൽ വലിയ രാഷ്ട്രീയ ചർച്ചകളും ഉയരുന്നുണ്ട്. സമാജ്വാദി പാർട്ടി നേതാക്കളായ അഖിലേഷ് യാദവും ഡിംപിൾ യാദവും സംഭവത്തിൽ ജുഡീഷ്യൽ അന്വേഷണം ആവശ്യപ്പെട്ടു. AAP MP സഞ്ജയ് സിംഗ് നേരത്തെ തന്നെ ഭൂമി ഇടപാടുകളിലും സാമ്പത്തിക കാര്യങ്ങളിലും സംശയങ്ങൾ ഉന്നയിച്ചിരുന്നു. സുതാര്യത ഉറപ്പാക്കണമെന്നാണ് പ്രതിപക്ഷ പാർട്ടികളുടെ പ്രധാന ആവശ്യം. രാമക്ഷേത്രത്തിൽ നിന്നും കാശ് മോഷണം പോകുന്നുവെന്ന് ആദ്യം പറഞ്ഞത് സമാജ്വാദി പാർട്ടിയുടെ അഖിലേഷ് യാദവാണ്. അന്ന് ഇതിനെ അവിടുത്തെ അഡ്മിനിസ്ട്രേഷൻ എതിർത്തിരുന്നു. പക്ഷേ പിന്നീട് BJP നേതൃത്വത്തിൽ ഉള്ളവർ തന്നെ ഇത്തരം കാര്യങ്ങൾ പറയാൻ തുടങ്ങിയതോടെയാണ് ഇത് വിവാദമായത്. അതിനു പുറമെയാണ് ഇപ്പോൾ പ്രത്യേക അന്വേഷണ സംഘത്തെ നിയമിച്ചിരിക്കുന്നത്. ക്ഷേത്ര ട്രസ്റ്റ് പ്രസിഡന്റ് മഹന്നിദ്രു ഗോപാൽ ദാസും ജനറൽ സെക്രട്ടറി ചമ്പത് റായും ഇതുവരെ ഈ വിഷയത്തിൽ ഔദ്യോഗികമായ പ്രതികരണം നടത്തിയിട്ടില്ല. അന്വേഷണം തുടരുകയാണ്. രാമക്ഷേത്രത്തിന്റെ വിശ്വാസ്യതയെ ബാധിക്കുന്ന ഈ കാര്യത്തിൽ സത്യാവസ്ഥ പുറത്തുവരേണ്ടത് അനിവാര്യമാണ്. കൂടുതൽ വിവരങ്ങൾക്കായി കാത്തിരിക്കുക അല്ലാതെ മറ്റു വഴികളൊന്നുമില്ല. രാമക്ഷേത്രത്തിൽ അഴിമതികൾ നടന്നിട്ടുണ്ടോ? വിശ്വാസത്തിന്റെ പേരിൽ ഭക്തരുടെ കയ്യിൽ നിന്ന് വരുന്ന കാശുകൾ മോഷണം പോയിട്ടുണ്ടോ? ഇതെല്ലാം വരും നാളുകളിൽ കണ്ടറിയാം.